ജിമെയിലിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കിഡിലൻ ഫീച്ചർ വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ജിമെയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിച്ചിരിക്കും. നമുക്കൊരു അത്യാവശ്യമായിട്ട് ഒരു മെയിൽ വരേണ്ട സമയത്തായിരിക്കും നമ്മൾ ജിമെയിൽ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് മെയിലുകൾ നമ്മുടെ ഈ ജിമെയിലിൽ വരുന്നുണ്ട്. അനാവശ്യമായിട്ട് വരുന്ന മെയിലുകളിലാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഫയലുകൾ വരിക. അപ്പോൾ നമ്മുടെ ജിമെയിൽ പെട്ടെന്ന് തന്നെ ഫുള്ളാകുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ ജിമെയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതെവിടെയാണുള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മൊബൈലിലുള്ള ജിമെയിൽ ഓപ്പൺ ചെയ്യാം. ജിമെയിൽ ആപ്ലിക്കേഷൻ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന മെയിലുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എനിക്ക് ഒരുപാട് മെയിലുകൾ വന്നതാണ്, അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇടതുവശത്ത് കാണുന്ന ആ ഒരു 3 ലൈൻസ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ പുതുതായിട്ട് ഇപ്പോൾ വന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. മാനേജ് സബ്സ്ക്രിപ്ഷൻ ന്യൂ എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ സൈറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബ് ആയിട്ടുള്ള സൈറ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതാണ് നിങ്ങൾക്ക് വേണ്ടാത്തത്, അവിടെ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ വലതുവശത്ത് കാണുന്ന ആ ഒരു മെസ്സേജിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു സൈറ്റിൽ നിന്നും വന്നിട്ടുള്ള മെസ്സേജുകൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ ആ ഓരോ സൈറ്റിൽ നിന്നും വന്നിട്ടുണ്ടാകും. അതൊക്കെ ആദ്യം നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഓരോന്നും നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ലോഗോയിൽ ടച്ച് ചെയ്തിട്ട് സെലക്ട് ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് അതാണ്. എന്നിട്ട് ഞാനിപ്പോൾ 2 സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഡിലീറ്റിൻ്റെ ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അത് നേരെ റീസൈക്കിൾ ബിന്നിലേക്ക് പോകും. ജസ്റ്റ് ബാക്ക് വന്നിട്ട് 3 ലൈൻസിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെയിൽ, നിങ്ങൾ ഡിലീറ്റ് ചെയ്ത മെയിൽ ഇവിടെ ഉണ്ടാകും. 30 ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകും. പക്ഷേ നിങ്ങൾക്ക് മെമ്മറി സ്പേസ് വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ എംപ്റ്റി ബിൻ നൗ എന്ന ഭാഗം നിങ്ങൾ ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. ഇവിടെ എംപ്റ്റി എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ റീസൈക്കിൾ ബിന്നിലുള്ള എല്ലാ ഫയലുകളും ഒറ്റയടിക്ക് ഡിലീറ്റ് ആകും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ പഴയ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടാത്തത്, അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ടത്, അവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ അൺസബ്സ്ക്രൈബ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അനാവശ്യമായിട്ടുള്ള മെയിലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളുടെ ജിമെയിൽ സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിയ ഓപ്ഷനിലൂടെ പോയിട്ട് ഞാൻ കാണിക്കുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സൈറ്റ് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ ഒരിക്കലും തന്നെ നിങ്ങളുടെ ജിമെയിൽ സ്റ്റോറേജ് ഒരിക്കലും തന്നെ ഫുള്ളാകുകയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.